ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ഓണം എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പുതിയ സിലബസ് ആണ്, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊന്നും നമുക്ക് അങ്ങനെ റെലവൻ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, ലോകത്തെ എവിടെയും കേരളത്തെ കാണുന്ന കവിയാണ് എസ്.കെ. പൊറ്റക്കാട്. ശാന്തിനികേതനം എന്ന പാഠത്തെ ആസ്പദമാക്കി ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. കൽക്കത്തയിൽ നിന്ന് 160 കിലോമീറ്റർ വടക്കുള്ള പ്രകൃതി സുന്ദരമായ ഗ്രാമപ്രദേശത്ത് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച വിദ്യാലയമാണ് ശാന്തിനികേതൻ. 5 കുട്ടികളുമായി 1901 തുടങ്ങിയ സ്ഥാപനം 1921 വിശ്വഭാരതി സർവകലാശാലയായി മാറി. ശാന്തിനികേതനത്തിൻ്റെയും ടാഗോറിനെയും അടുത്തറിയാനായി എസ്.കെ. പൊറ്റക്കാട് നടത്തിയ യാത്രയുടെ വിവരണമാണ് ശാന്തിനികേതനം എന്ന ലേഖനം. ബേൾപൂൾ പ്രദേശത്തെ ഒരു ഗ്രാമമാണ് ഈ ശാന്തിനികേതൻ സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിൻ്റെ തിരക്കും ശബ്ദകോലാഹലങ്ങളുമില്ലാത്ത ലളിതവും ശാന്തവുമായ ഒരു ഗ്രാമം. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുമായി ഏറെ ചേർന്ന് നിൽക്കുന്ന ഗ്രാമമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കേരവും തലയുയർത്തി നിൽക്കുന്ന പറമ്പുകളും വാഴത്തോട്ടങ്ങളും പച്ചക്കറി വളപ്പുകളും കുളങ്ങളും എന്നിവയെല്ലാം കാണുമ്പോൾ അദ്ദേഹം മലയാളത്തെയും മലയാള നാടിനെയും ഓർത്തു പോവുകയാണ്. ലോകത്തെവിടെയും കേരളത്തെ കാണുന്ന അദ്ദേഹം ഇവിടെയും കേരളത്തെ തന്നെയാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ എസ്.കെ. പൊറ്റക്കാടിൻ്റെ യാത്രയിലുടനീളം നമുക്ക് കേരളത്തെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹം എന്ന് പറയുന്നത് ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ ചെന്നപ്പോഴും അദ്ദേഹത്തിന് തോന്നിയത് ഇത് കേരളത്തെ പോലെ തന്നെയാണെന്നാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഇനി പ്രവർത്തനം 2, വഞ്ചിതരാക്കപ്പെടുന്ന പ്രവാസിയുടെ പ്രതിനിധിയാണ് നജീബ്. വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നമ്മൾ പഠിച്ച പാഠഭാഗമാണ്. അപ്പോൾ അതിലെ നജീബിലെ അവസ്ഥയെക്കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിവിടെ പറയേണ്ടത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാൻ പറ്റും? നജീബ് സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. ഭാര്യ സൈനുവും ഉമ്മയും ഉള്ള കൊച്ചു കുടുംബം. നാട്ടിൽ മണൽ വാരൽ തൊഴിലായിരുന്ന നജീബിന് യാദൃശ്ചികമായി ഒരു വിസ കിട്ടുന്നു. അയാളുടെ മോഹങ്ങൾ വാനോളം ഉയർന്നു. ഏതൊരു ഗൾഫുകാരനും യാത്രക്ക് മുമ്പേ മെനഞ്ഞെടുക്കുന്ന ദിവ്യാസ്വപ്നങ്ങൾ ഏറെ പ്രതീക്ഷകളോടെ നജീബ് ഗൾഫിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. കൂടെ പരിചയക്കാരനായ ഹക്കീമും. അങ്ങനെ സൗദിയിലെ റിയാദിൽ വിമാനം ഇറങ്ങി. അവർ അർബാബിനോടൊപ്പം വലിയ കമ്പനി സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്നു. ഭാഷയുടെ പ്രശ്നവും എവിടേക്കാണ് തങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് അറിവില്ലായ്മയും അവരെ വേറൊരു ലോകത്തിലേക്ക് എത്തിക്കുന്നു. ഒരു കുടിസ് വണ്ടിയിൽ അർബാബ് അവരെയും കൊണ്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്തു. ഗൾഫിൻ്റെ ഭംഗി കണ്ടിരുന്ന ആദ്യം പിന്നെ അതൊക്കെ ഇല്ലാതെയായി. വേഗം കുറഞ്ഞ വണ്ടി ചെറിയ വഴികളിലൂടെ അവർ അങ്ങനെ യാത്രയായി. വെളിച്ചവും വെട്ടവും ഇല്ലാത്ത വഴികളിലൂടെ പോയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് താങ്കളെ എങ്ങോട്ടോ കൊണ്ടുപോവുകയാണെന്ന്. അവസാനം അവർ എത്തിച്ചേർന്നത് ആരോരുമില്ലാത്ത കുറേ ഒട്ടകങ്ങളും ആടുകളും ഉള്ള ഒരിടത്തേക്ക്. വിശപ്പും ദാഹവും എല്ലാം ആ യാത്രയിൽ അവർക്ക് അനുഭവപ്പെട്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് വിശപ്പും ദാഹവും അവരുടെ കൂടെപ്പിറപ്പായി. ഒരുപാട് പ്രതീക്ഷയോടെ വന്നിരുന്ന നജീബും ഹക്കീമും എത്തിപ്പെട്ടത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ആയിരുന്നു. അഥവാ വഞ്ചിക്കപ്പെട്ട പ്രതിനിധിയായി നജീബിനെയും ഹക്കീമിനെയും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ആ പാഠഭാഗത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ നജീബിന് ഉണ്ടായിട്ടുണ്ടോ എന്ന രീതിയിലൊക്കെ സാധൂകരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം വരാം. അപ്പോൾ എന്തായാലും കണ്ടന്റ് ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഇനി പ്രവർത്തനം 3, എനിക്ക് ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം. സോക്രട്ടീസ്. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. വീരാൻകുട്ടി. സോക്രട്ടീസ് വാക്കുകളും സ്മാരകം എന്ന കവിതാഭാഗവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിവിടെ എഴുതാൻ കഴിയും? മഹാനായ സോക്രട്ടീസ് പറഞ്ഞ ഒരു വാക്യമാണ് എനിക്ക് ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം. എനിക്ക് എല്ലാം അറിയാം, ഞാൻ ഒരു ജ്ഞാനിയാണ്, പണ്ഡിതനാണ് എന്നിങ്ങനെ ചിന്തിച്ച് അല്പജ്ഞാനികൾ അഹന്ത മുഴുത്ത് എന്തും നേടാൻ ശ്രമിക്കും. അത്തരമുള്ള വിഡ്ഢികൾക്ക് നേരെ ജ്ഞാനിയായ സോക്രട്ടീസ് പ്രയോഗിച്ച വാക്ക് ആയുധമാണ്. ഈ വാചകം അറിവില്ലായ്മയുടെ ഭാരക്കുറവ് എന്നതും സോക്രട്ടീസ് പറഞ്ഞ അർത്ഥത്തിൽ നാം കാണണം. തൻ്റെ വിത്തിനെ ഒരു സുരക്ഷിത സ്ഥാനത്ത് വളരാനായി വെക്കുന്നത് അപ്പുറം അപ്പൂപ്പൻ താടിക്ക് മറ്റൊന്നും വേണ്ട, മറ്റൊരു ആശയവും ആ പറച്ചിലിൽ ഇല്ല എന്ന ചിന്തയാണ് നമ്മളെ നയിക്കുന്നത്. അതാണ് ഏറ്റവും ശ്രേഷ്ഠം. കവിതയിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ആണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ ചോദിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ കവിതാ ഭാഗത്ത് പറയുന്ന അറിവില്ലായ്മയെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ എന്തായാലും ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി പ്രവർത്തനം 4, ശാന്തിനികേതനം വിശ്രുതമായ കലാഭവനം എസ് കെയുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് വിശദീകരിക്കാനാണ് പറയുന്നത്.
കറുവറുത്ത മഞ്ചൂർ മരങ്ങളും പുല്ലുമേഞ്ഞ മേൽപ്പുരയും ഉള്ള ഒരു വലിയ വർണ്ണശാലയാണ് കലാഭവനം. വിദഗ്ധനായ ഒരു കലാകാരൻ്റെ കൈപ്പാടുകൾ ഈ ഭവനത്തിൻ്റെ ചുമരുകളിൽ പതിഞ്ഞിട്ടുണ്ട്. 1922 തുടങ്ങിയ ഈ ഭവനത്തിൽ ചിത്രകലയിൽ പരിശീലനം തേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന സാമഗ്രികൾ സജ്ജമാക്കിയ പ്രത്യേകം ഇരിപ്പിടങ്ങളുണ്ട്. പ്രാചീനവും നവീനവുമായ ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ കാണിക്കുവാൻ ചിത്രകാരന്മാരുടെ പ്രധാന ചിത്രങ്ങൾ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്നു. ഒരു പ്രത്യേക ചിത്രകല പ്രദർശനമുറിയും അവിടെയുണ്ട്. ടാഗോർ വരച്ച ചില ആദ്യകാല ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈയക്ഷരത്തിലുള്ള ഇംഗ്ലീഷ് കവിതകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നന്ദലാൽ ബേസിൻ്റെ ചിത്രങ്ങളും ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ പകർത്തിയ വരികളും പ്രത്യേകം ആകർഷകമാണ്. കലാപരമായ ഗ്രന്ഥങ്ങൾ മാത്രം അടങ്ങിയ ഒന്നാന്തരം ഗ്രന്ഥശാലയും അവിടെയുണ്ട്. നാളത്തെയും ശാന്തിയും പുണർന്നു കിടക്കുന്ന അന്തരീക്ഷമാണ് അവിടെ. ചിത്രകാരൻ്റെ ഭാവനയെ വികസിപ്പിക്കാൻ പര്യാപ്തമായ ഒരു പ്രത്യേക അന്തരീക്ഷം സംഗീതത്തിലും നൃത്തത്തിലും അഭ്യാസനം നൽകി വരുന്ന സംഗീത ഭവനം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പ്രവർത്തനം 5 അറിവില്ലായ്മയുടെ ഭാരക്കുറവ് എന്ന പ്രയോഗം എത്രത്തോളം പ്രസക്തമാണ് സ്മാരകം എന്ന കവിതയിൽ ഉപന്യസിക്കുക. അടുത്തത് സ്മാരകം എന്ന കവിതയിലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രകൃതിയിൽ നിന്നുള്ള കൗതുകങ്ങളും കാഴ്ചകളും ബിംബങ്ങളും അനുഭവങ്ങളും അതിസൂക്ഷ്മമായി അവതരിപ്പിക്കുന്ന കവിയാണ് വീരാൻകുട്ടി. അത്തരം ഒരു കവിതയാണ് സ്മാരകം. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെയാണ് ഇവിടെ പ്രമേയമായി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൂപ്പൻ താടിക്ക് ചിറകുകൾ ഇല്ല, ദേശാന്തര യാത്രകൾ വിധിച്ചിട്ടില്ല. അപ്പൂപ്പൻ താടിക്ക് സ്വന്തമായി ഒരു ആകാശമില്ല. എന്നിട്ടും അത് താനായി നിലനിൽക്കാൻ പോകുന്നതിൻ്റെ തൻ്റെ വിത്തിനെയും പേറിക്കൊണ്ട് കരുതലോടെ പറക്കുന്നു. അമ്മ കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് പറക്കുന്നു എന്നാണ് കവി പറയുന്നത്. സാധാരണയായി പറക്കുന്ന വലിയ ലോകങ്ങളുടെ സാധ്യതകൾ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൂപ്പൻ താടിയുടെ ഈ പറക്കൽ വിനീതമായ ഒരു ശ്രമമായി അവതരിപ്പിക്കുന്നത്. ആകാശം എന്നിവയെല്ലാം പറക്കുന്നവരുടെ സാധ്യതകളും സ്വാതന്ത്ര്യവും കുറിക്കുന്നു. ഒരു കാലത്ത് താൻ ഇല്ലാതാവുമ്പോൾ താനായി മാറാൻ സാധ്യതയുള്ള വിത്തിനെയും വഹിച്ചുകൊണ്ടാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കൽ. പുറത്തു നിന്നുള്ള അറിവോ പ്രചോദനമോ സ്വാധീനമോ അതിനില്ല. മറ്റുള്ളവരുടെ പ്രതീക്ഷയോ സ്വപ്നമോ സ്തുതിഗീതമോ അതിനെ അലട്ടുന്നില്ല. അറിവില്ലായ്മയുടെ ഭാരക്കുറവ് എന്ന പ്രയോഗം ശ്രദ്ധേയമാണ്. അപ്പൂപ്പൻ താടിയെ വലിയ പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ അറിവുകളോ ഭാരമോ അലട്ടുന്നില്ല. നാം ജീവിക്കുന്ന ലോകത്ത് നമ്മെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഏറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടാകും. അത് നമ്മളിലേക്ക് വലിയ ഭാരമായി എത്തും. സാഹിത്യാന്തികമായ വലിയ അറിവുകളോ ബാധ്യതകളോ ചുമക്കാത്ത വളരെ ലളിതമായി ജീവിക്കാൻ കഴിയുക എന്നത് വളരെ പ്രാധാന്യമാണ്. ഓക്കെ, അപ്പോൾ അത്തരമൊരു ജീവിതം തന്നെയാണ് നമ്മുടെ അപ്പൂപ്പൻ താടിയും ഇവിടെ നയിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എല്ലാ ഭാഗങ്ങളും 3 ഭാഗങ്ങളും നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കുക, അർത്ഥങ്ങൾ മനസ്സിലാക്കുക, അതുപോലെ തന്നെ ആശയങ്ങളും അതിൻ്റെ ഒരു ആസ്വാദനവും ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഏത് ചോദ്യം വന്നാലും അതിനനുസരിച്ച് ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. മലയാളമാണ്, അത്യാവശ്യം നന്നായിട്ട് തന്നെ ആൻസർ എഴുതണം. 1 പേജ് 1.5 പേജിൽ കവിയാതെ ആൻസർ എഴുതുക, മാർക്ക് നോക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.